ഹലോ, ഇന്നൊരു ഒഴിവ് ദിവസമായിരുന്നു. അപ്പം ഒഴിവ് സമയം എങ്ങനെ ചിലവഴിക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ഒരു ടൂർ പോയാലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഈ പാർക്കിലേക്ക് ഞാൻ ഇറങ്ങി. ഇതാണ് ബിർക്കൻഹെഡ് പബ്ലിക് പാർക്ക്, ലോകത്തിലെ ആദ്യത്തെ പൊതു പാർക്ക്. ഇങ്ങോട്ടേക്ക് എപ്പോഴും ഞാൻ വരാറുണ്ടെങ്കിലും ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഇറങ്ങിയത്. ഏകദേശം 178 വർഷം പഴക്കമുണ്ട് ഈ പാർക്കിന്. ഈ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്നെനിക്ക് തോന്നുന്നു. സ്വിസ് ബ്രിഡ്ജ് മുഴുവൻ വുഡ്സ് കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം. സ്വിറ്റ്സർലൻഡിലെ ആൽപൈൻ പ്രദേശങ്ങളിലെ മരപ്പാലങ്ങളുടെ ശൈലിയാണിതിൽ. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് ഞാൻ കണ്ടിട്ടുള്ള കൊറിയൻ ഡ്രാമകളുടെ കെട്ടിടങ്ങൾ പോലെയാണ്. അതുപോലെ ഇല്ലേ ഏകദേശം? കാണാൻ തന്നെ എന്ത് ഭംഗിയാ! മുഴുവൻ വുഡ്സ് കൊണ്ടായതുകൊണ്ട് തന്നെ അതിലൂടെ നടക്കുമ്പം വല്ലാത്ത സൗണ്ടാണ്. 2015 ആയപ്പോഴേക്കും ഇതിൽ തീപിടുത്തമൊക്കെ ഉണ്ടായി പല ഭാഗങ്ങൾ നശിച്ചു പോയിരുന്നു. പിന്നെ പുതുക്കി പണിത് ഇങ്ങനെ ഒരു ശൈലിയിലാക്കി മാറ്റി. പണ്ട് കാലത്തെ യൂറോപ്പിലെ കെട്ടിടങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. എന്തായാലും കൊള്ളാം. ഞാൻ അതിൻ്റെ വീതിയിലൂടെ നടന്നു. ഈ കാണുന്നതാണ് റോമൻ ബോട്ട് ഹൗസ്. ബോട്ട് ഹൗസ് എന്നുള്ള പേര് കേട്ടപ്പോഴേക്കും ഞാൻ ആദ്യം വിചാരിച്ചത് എന്നാൽ പിന്നെ പണ്ട് കാലത്ത് ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് ഉപയോഗിച്ചിരുന്നതെന്ന്. പക്ഷേ ഇത് അതല്ല കേട്ടോ. സന്ദർശകരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ബോട്ട് ഹൗസ് പണി കഴിപ്പിച്ചത്. 2 നിലകളിലായി തടാകത്തിൻ്റെ ഒത്ത നടുക്ക് സ്ഥിതി ചെയ്യുന്നു. ഇത് എൻ്റെ കൂടെ കൂടിയ ഒരു അണ്ണാൻകുഞ്ഞ കുറേ നേരം എൻ്റെ പുറകെ നടന്നു. പക്ഷെ ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു ബ്രിഡ്ജാണ്, വുഡ് കൊണ്ടുള്ളത്. ഈ ബ്രിഡ്ജിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണത്. നല്ല ഭംഗിയില്ലേ? ഒരു പോസിറ്റീവ് വൈബ് വരുന്നു. ഈ ഒഴുകി കിടക്കുന്ന താറാങ്കുഞ്ഞുങ്ങളെയും എൻ്റെ പുറകെ വന്ന അണ്ണാൻകുഞ്ഞിനെയൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി. ഈ തടാകത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്ന് കുറേ ആൾക്കാർ അതിന് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അന്നൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. കമ്പ്യൂട്ടറിക്ക് അപ്പുറം കടക്കാനോ പിടിക്കാനോ പറ്റില്ല നിങ്ങളെ. അത് ആ റെസ്ട്രിക്ഷൻസ് ആണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഈ പാർക്കിൻ്റെ പ്രവേശന കവാടം. എന്ത് വലുപ്പം അല്ലേ! ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നു. 3 വലിയ ആർച്ചുകളാണ് ഇതിനുള്ളത്. അതിൽ സെൻട്രൽ ഭാഗത്ത് കാണുന്ന ഈ ആർച്ചാണ് വലിയ ആർച്ച്. എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത് കുതിരവണ്ടികളും വാഹനങ്ങളൊക്കെ ഇതിലൂടെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. സൈഡിലുള്ള 2 ആർച്ചുകൾ ആൾക്കാർക്ക് നടന്നു പോകാനുള്ളതായിരിക്കും. 178 വർഷം പഴക്കമുണ്ടെങ്കിലും അതിൻ്റെ ഭംഗി എന്താണല്ലേ! കാത്തു സൂക്ഷിപ്പ് കൊണ്ടാവണം. പൊതുജനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്ന പാർക്കായതുകൊണ്ടാണ് ഇത് ലോകത്തിലെ തന്നെ ആദ്യത്തെ പൊതു പാർക്ക് എന്നറിയപ്പെടുന്നത്. പണ്ട് കാലത്ത് കൊട്ടാരങ്ങളിലൊക്കെയാണ് പാർക്ക് ഉണ്ടായിരുന്നത്. അത് പക്ഷേ പ്രൈവറ്റ് ഗാർഡൻ ആയിരുന്നു. അതിനുശേഷം ജാതി മതഭേദമന്യേ എല്ലാവർക്കും തുല്യാവകാശം നൽകണം എന്ന ആശയം ഉന്നയിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു പാർക്ക് തുറന്നത്. ആർക്കിടെക്റ്റ് ആയ ഫ്രെഡറിക് ഇതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ഫേമസ് ആയ സെൻട്രൽ പാർക്കൊക്കെ രൂപീകരിച്ചത്. നല്ല ഭംഗിയില്ലേ ഈ പാർക്ക് കാണാൻ? ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞില്ലേ ഞാനൊരു ടൂർ നടത്താൻ പോവുകയെന്ന്. ജോസഫ് പാസ്റ്റർ എന്നൊരാളാണ് ഈ പാർക്ക് രൂപകൽപ്പന ചെയ്തത്. ഈ പാർക്കിലൂടെ സഞ്ചരിക്കുമ്പം യൂറോപ്യൻ ടൂർ നടത്തിയ പോലെ ഒരു അനുഭവം സഞ്ചാരികൾക്ക് നൽകണം എന്നുള്ളതായിരുന്നു ജോസഫ് പാസ്റ്ററിൻ്റെ ആശയം. എന്തായാലും ഒരു ടൂറ് പോയ പോലെ. കെട്ടിടങ്ങളും ലോഡ്ജുകളും നടപ്പാതകളും ബോട്ട് ഹൗസുകളും തടാകങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. എനിക്കിഷ്ടമായി.